ഫ്ലാഷ് ബാക്ക്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനോടാ. 2 hours later. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാ. എടാ ഡൗൺ ആവല്ലോ, ഒന്ന് ഉഷാറാക്കേ. ആർപ്പോ എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഇപ്പൊ മട്ടമായി. ആ, ഒരാളുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആരാ? ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണ പുഷ്പം. ഇന്നു വർണ്ണങ്ങളെൻ ജീവസ്പന്ദനങ്ങൾ, പ്രായത്തെ വെല്ലുമെൻ മോഹം. പറഞ്ഞത് ഇന്നീ സമ്പ്രദായം ഉണ്ടോ? നിങ്ങൾ നോക്കൂ. അപ്പൊ ഈ അടിമ ഉടമുള്ള കാലത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണിത്. ഇന്നതിന് പ്രസക്തിയില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഞാൻ ഇതുപോലെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഖുർആൻ അറബിയിലുള്ള ഒരു ഖുർആനാണ്. അത് ഖുർആൻ മനസ്സിലാക്കിയ ഒരാൾക്കാണ് അത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നതാണ് ഞാൻ ഉന്നയിച്ചിരുന്നത്. ആ നിലപാടാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഞാനിതൊക്കെ ചെയ്തെന്ന് ചേട്ടനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. అలా చేరనదు మేడతే ఏమండి నాకు అర్థమైనా చెప్పండి. అదే మీరు తెలుగులో చెప్పండి. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. ഈ യൂസർ മാനുവൽ എന്ന് പറയാം. വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്ത് വിളിക്കണം. തൊണ്ട വരളുന്നോണ്ടാണ്. അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിന്റെ അടിസ്ഥാന വേരിനെ വെട്ടുന്ന ഒരു സെൽഫ് ഗോളാണ്. മനസ്സിലാക്കലും ക്ലാസ് എടുക്കലും രണ്ടാണെന്നാണ് ഒന്ന് പറഞ്ഞത്. മറ്റൊന്ന് പരിഭാഷ നോക്കിയിട്ട് അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്നാണ്. ഈ പറഞ്ഞ വാദം ഇസ്ലാമിൻ്റെ ആളുകൾക്ക് ഖുർആൻ ക്ലാസ് എടുത്ത് ലോകം മുഴുവൻ അണ്ടകടാഹം മുഴുവൻ ചുറ്റി നടക്കുന്നതിന് ബാധകമല്ലേ? നമ്മളെയാണല്ലോ മച്ചമ്പി. വിശ്വാസം കച്ചവടം ചെയ്യാൻ വേണ്ടി അണ്ടകടാഹം മുഴുവൻ മണ്ടി നടന്നുകൊണ്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്ന സാക്കിർ നായിക്കിന് ഇത് ബാധകമല്ലേ? Should know Arabic. He didn't say that. Knowing Arabic is not a criteria to go to Jannah, because I myself don't know Arabic. I myself don't know Arabic as a language. Sure. പോയാലോ? വേണ്ടല്ലേ? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദഅ്വാ പ്രചരണം നടത്തി 10,000-കണക്കിന് ആളുകളെ മതപരിവർത്തനം നടത്തി ഈ മതം വിറ്റ് കോടികൾ സമ്പാദിച്ച ദഅ്വക്കാരുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. 5ാം ക്ലാസ് വരെ മദ്രസയിൽ അറബി പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ 5ാം ക്ലാസ് വരെ മദ്രസയിലും 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷിലും ഈ സ്കൂളിലും അറബി പഠിച്ചിട്ടുണ്ട്. ആർക്കാ യോഗ്യത കൂടുതൽ? ഖുർആൻ ക്ലാസ് എടുക്കുക മാത്രമല്ല കൂട്ടരെ, ഖുർആന്റെ നിരൂപണം എഴുതിയ ആളാണ് MM അക്ബർ. ഖുർആനിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് ഖുർആനിനോളം കട്ടിയുള്ള പുസ്തകം എഴുതിയ ആള് MM അക്ബർ. 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ആളെ. ആരും പറഞ്ഞതല്ല, അറിയാതെ എഴുതി പോയതാണ്. ഇനി ഇതിനോലുള്ളൂ, അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യാം. MM അക്ബറിനെക്കാളും സാക്കിർ നായിക്കിനെക്കാളും അറബി ഭാഷയിൽ യോഗ്യത ഉണ്ട്. സർട്ടിഫിക്കറ്റിന്റെ കയ്യിൽ 50% മാർക്കിൽ SSLC പാസ്സായത് അറബി മാത്രം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വിശേഷണമുണ്ട്. ഖുർആൻ പടച്ചോൻ എന്ന നമ്മുടെ സ്രഷ്ടാവ് അദ്ദേഹം നിർമ്മിച്ചു വിട്ട ഈ സാധനത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചിട്ടുള്ള കാറ്റലോഗാണ് എന്നാണ്, അല്ലെങ്കിൽ യൂസർ മാനുവലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷ അറിയാത്തവർക്ക് ആ കാറ്റലോഗ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് വാദമെങ്കിൽ പടച്ചോന് വേറെ വല്ല പണി ചെയ്യുന്നതാവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു ഉപകരണം ലോകത്തെ എല്ലാ രാജ്യത്തേക്കും കയറ്റിയേക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപകരണത്തിന്റെ കൂടെ പാക്ക് ചെയ്ത് വിടുന്ന ഒരു കാറ്റലോഗ് ചൈനീസ് ഭാഷയിൽ മാത്രമായിരിക്കുകയും എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് വേണം ഈ കാറ്റലോഗ് വായിക്കാൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ നിർമ്മാതാവിനെ, ആ കമ്പനി മാനേജറെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഖുർആനിൽ എന്താ പറയുന്നതെന്നറിയോ? ഈ കാറ്റലോഗ് ഞാൻ കൊടുത്തയച്ചിട്ടുള്ളത് മക്കൾക്കാർക്കും അറബികൾക്കും വേണ്ടി മാത്രമാണ് എന്നാണ്. മാത്രമല്ല ഇതാ നോക്കൂ, അർസൽനാ മിന റസൂലി ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. യാതൊരു ദൈവദൂതനെയും തൻ്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. ആരാ പറയുന്നത്? ഖുർആനിൽ അള്ളാഹു പറയാ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും അള്ളാഹുവിൻ്റെ കാറ്റലോഗ് കാണണം. മലയാളത്തിലെ കാറ്റലോഗ് എവിടെ? മലയാളത്തിലെ കാറ്റലോഗും കൊണ്ടുവന്ന ദൂതൻ എവിടെ? അള്ളാഹിനോട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷെ അള്ളാഹ് ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അള്ളാഹിൻ്റെ വക്കീലന്മാരോടാണ് ചോദിക്കുന്നത്. പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തേക്കും എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ അവതരിപ്പിച്ചാൽ പോരെ. ഒരു മക്കത്ത് അറബി രാജ്യത്ത് അറബി, മുഹമ്മദ് നബി അറബിയാണ്, മുഹമ്മദ് നബിയുടെ ശ്രോതാക്കൾ അറബിയാണ്, അറബിയിൽ ഇറക്കിയിട്ട് പിന്നെ ലോകത്തെല്ലാവർക്കും കൂടി ഈ ഖുർആനാണെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ആ ചോദ്യം തിരക്കടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനിയിപ്പോൾ അത് വേറൊരു ഭാഷയിൽ ഇറക്കിയാൽ ചോദ്യം വരുമെന്ന്. ഫ്രഞ്ച് ഭാഷയിൽ ഇറക്കി നോട്ടുക, ഏത് ഭാഷയിൽ ഇറക്കിയാലും. അന്ന് ഹിബ്രു ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ചോദ്യം വരൂലേ? இப்போ அவன் கேட்டதுக்கும் நீங்க சொன்னதுக்கும் என்ன சம்பந்தம்? பஞ்சு நல்லா இருக்கான்னு மட்டும் பார்க்கணும், அதுக்குள்ள ஆராய்ச்சி பண்ணக்கூடாது. അറബി എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭാഷ വാടകയ്ക്ക് എടുത്തിട്ട് മനുഷ്യരോട് സംസാരിക്കേണ്ട ഗതികേട് ദൈവത്തിനുണ്ടായി എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ കൊച്ചാക്കലാണ്. ദൈവത്തിനൊരു പൊതുഭാഷ ഉണ്ടാക്കാം, ദൈവത്തിന് ദൈവത്തിൻ്റെതായ പ്രകൃതിയുടെ ഭാഷ ഉപയോഗിച്ച് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ദൈവത്തിന് ലോകത്തുള്ള എല്ലാ ഭാഷയിലും ഒരേ സമയത്ത് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സാധന സാമഗ്രികൾ കൊടുത്തേക്കാം. ഇതൊന്നും ചെയ്യാതെ ലോകത്തിൻ്റെ ഒരു മൂലയിലുള്ള ഒരു പ്രാദേശിക ഭാഷയിൽ ഒരു സാഹിത്യ പുസ്തകം കൊടുത്തയച്ചിട്ട് ഇൻ്റെ സാഹിത്യത്തിൻ്റെ കേമത്തരം കണ്ടോങ്ങൾ ആ മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയിട്ട് ലോകത്തുള്ള മനുഷ്യന്മാർക്ക് എന്താ പ്രയോജനവും? ഇനി കരഞ്ഞു പറഞ്ഞു കേട്ടില്ലേ?